ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ടി വി എസിൻ്റെ ഒരു പഴയ മോഡൽ വണ്ടി പെയിൻറ്റിങ്ങിനാണ്. അത് ഫുൾ പീസായിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഫുൾ പീസ് ചെയ്യുന്നത് എന്തിനാണ്, ഇങ്ങനെ പീസാക്കി ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതിൻ്റെ കാരണങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മളൊരു വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വണ്ടീൻ്റെ ബോഡി ഫില്ലറ്, അതിൻ്റെ പ്രൈമർ വരെയുള്ള ബോഡീൻ്റെ ഡാമേജുകൾ കഴിഞ്ഞ ശേഷമുള്ളൊരു ലുക്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ സ്റ്റേജ് കഴിഞ്ഞ ശേഷം ഇതിന് മുമ്പത്തെ സ്റ്റേജ് എന്താണെന്നൊക്കെ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട്, അതിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രൈമർ കഴിഞ്ഞുള്ളൊരു ലുക്കാണ്. ബോഡീൻ്റെ ഡാമേജുകളെല്ലാം തീർത്തതിന് ശേഷം ഫസ്റ്റ് പെയിൻറ്റിൻ്റെ അണ്ടർ കോട്ടാണ് ചെയ്യുന്നത്. അണ്ടർ കോട്ട് അടിക്കുന്ന കാരണം ഇത് നമ്മൾ ഗോൾഡൻ കളർ ഷെയ്ഡാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് കളറ് ഒരു മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് കവറിങ് വരുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ അണ്ടർ കോട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുകളിൽ ഡയറക്റ്റ് ഈ പെയിൻറ്റ് നമ്മൾ ചെയ്യാൻ പോകും. ഇതിങ്ങനെ ഒരു ഗോൾഡൻ കളർ, ഈ ലുക്ക് ഗോൾഡൻ കളർ പെയിൻ്റാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അണ്ടർ കോട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അണ്ടർ കോട്ടിൻ്റെ മുകളിൽ നമ്മൾ ഡയറക്റ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാ പീസും ഒരുപോലെ നല്ല ഒരേ അളവിൽ തന്നെ നമ്മൾ 3 കോട്ട് കവറിങ് ആകുന്നത് വരെ, നമ്മൾ കവറിങ് എത്തിയെന്ന് കൺഫേം ആകുന്നത് വരെ നമ്മൾ ആ പെയിൻറ്റ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ക്ലിയർ കോട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. ക്ലിയർ കോട്ട് ചെയ്ത ആ പീസുകളൊക്കെ നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ പീസ് ആയതുകൊണ്ട് ഈ കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാമേജുകളൊന്നും ചെറിയ ഡാമേജുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വ്യക്തമായിട്ട് ഫൈനൽ ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ മുൻ ഫോട്ടോ ഈ വണ്ടി എങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ ഒരു ലുക്ക് എന്നുള്ളത് ഫോട്ടോ ആയിട്ട് ലാസ്റ്റിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്, മെയിൻ ബോഡീൻ്റെ പെയിൻറ്റിങ് മൊത്തം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഓരോ പീസ് നല്ല പോളിഷ് ചെയ്ത് ഇതിന് മുകളിൽ ക്ലിയർ കോട്ടിന് മുകളിൽ നമ്മൾ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യുന്നത് അതിൻ്റെ ഫ്ലാറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 8 മണിക്കൂർ നമ്മൾ ഡ്രൈ ആകാൻ വെക്കുമ്പോൾ വരുന്ന കുറച്ച് ഡാമേജുകളും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതപ്പോൾ ഈ കാണുന്നത് ആ ഡസ്റ്റ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെറിയ ഡോട്ട് കാണാം, അത് നമ്മൾ പോളിഷ് തന്നെ മെഷീൻ പോളിഷ് ചെയ്താൽ ഒന്ന് സ്ക്രൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ക്ലിയറിൻ്റെ മുകളിൽ കിടക്കുന്ന ഡാമേജാണ്, ക്ലിയറിൻ്റെ ഉള്ളിലല്ല. അതുകൊണ്ട് നമുക്ക് പോളിഷ് ചെയ്തിട്ട് ആ ഡാമേജുകളൊക്കെ തീർത്തിട്ട് കമ്പനി ഫിനിഷ് തന്നെ ചെയ്യാം. ഇതാണ് ആ വണ്ടിയുടെ മുൻ ഫോട്ടോസ്. ഇതൊക്കെയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്ക്